ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലെ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ആ ഒരു വ്യക്തിയുമായിട്ട് ഒരു പാച്ചപ്പ് സംഭവിച്ചു. പക്ഷെ ആ ഒരു കണക്ഷൻ വീണ്ടും റീബിൽഡ് ചെയ്തെടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിന് എന്തൊക്കെ ചെയ്യാം എന്നുള്ളൊരു കൺഫ്യൂഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട 3 കാര്യങ്ങൾ പറയാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോടുള്ള ഒരു കണക്ഷൻ വീണ്ടും നിങ്ങൾക്ക് അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഒന്നാമത്തെ കാര്യം, അവരോട് സംസാരിക്കുന്ന സമയത്ത് വളരെയധികം ഹോണസ്റ്റ് ആയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അതായത് അവരെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ വീണ്ടും അവരെ വിഷമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുണ്ടെങ്കിൽ അത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു മാറ്റം വരുത്തുക. പകരം ഹോണസ്റ്റ് ആയിട്ട് നിങ്ങളുടെ വ്യൂ പോയിന്റ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്, അല്ലെങ്കിൽ എൻ്റെ കാര്യം അങ്ങനെയായിരുന്നു, ഇത്തരത്തിൽ നിങ്ങളുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെയാവുന്ന സമയത്ത് അവർക്ക് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നു, അല്ലെങ്കിൽ എന്താണ് ആക്ച്വലി ഇവിടെ സംഭവിച്ചത്, നിങ്ങളുടെ വ്യൂ പോയിന്റിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കൂടി അവർക്ക് സാധിക്കും. എന്നാൽ ആ ഒരു പാച്ചപ്പ് നടത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന സമയത്ത് വീണ്ടും നിങ്ങൾ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അല്ലെങ്കിൽ പരസ്പരം വിഷമിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കണക്ഷൻ റീബിൽഡ് ചെയ്യാൻ സാധിക്കില്ല. അത് വീണ്ടും ഒരു വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകും. സോ ബ്രേക്കപ്പിന് ശേഷം വീണ്ടും നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, വളരെ ഹോണസ്റ്റ് ആയിട്ട് നമ്മുടെ വ്യൂ പോയിന്റ് എന്താണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് തോന്നി എന്ന രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കുന്നതിന് മുൻപായി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണം. ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ടിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ടീം നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. സോ ആവശ്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യാം. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾ അവരോട് അവരുടെ ദിവസം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ സർഫേസ് ലെവലുള്ള ഒരു കോൺവെർസേഷനാണ് നടത്തുന്നത്. അതായത് ഡെയിലി നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ വീണ്ടും സ്ട്രോങ് ആക്കി മാറ്റാൻ സാധിക്കില്ല. പകരം നിങ്ങളെ ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ, അതായത് പേഴ്സണലി കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് കഴിയണം നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളിലൂടെ. അങ്ങനെയുള്ള ഒരു ടോക്ക് നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിന് നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ ഇമോഷൻസ്, അല്ലെങ്കിൽ ഡീപ്പായിട്ട് ഇൻസൈഡിൽ നിങ്ങൾ വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. ഒരു സർഫേസ് ലെവലുള്ള കോൺവെർസേഷൻ മാത്രമാണ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ഡീപ്പായിട്ട് നിങ്ങളെ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോൺവെർസേഷനിലേക്ക് ചേഞ്ച് ചെയ്യാം. ആൻഡ് മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഓൾറെഡി ഒരു റീസൺ കാരണം ബ്രേക്കപ്പ് സംഭവിച്ചതാണ്, വീണ്ടും മുന്നോട്ട് പോകാനുള്ള ഒരു ഡിസിഷനിലാണ്. സോ വളരെ കാമായിട്ടും റെഗുലറായിട്ടും നിങ്ങൾ പരസ്പരം സംസാരിക്കാനും മനസ്സിലാക്കാനുള്ള ഒരു എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും. എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന എഫേർട്ടുകളാണ് ആ വ്യക്തിയെ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആക്കി മാറ്റുന്നത്. മാത്രമല്ല, നമുക്ക് അവരെ വിശ്വസിക്കാം എന്നുള്ളൊരു തോന്നല് നമ്മളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് ആ ഒരു എഫേർട്ട് കാണുന്ന സമയത്താണ്, അവരുടെ ആ ഒരു സ്ഥിരത കാണുന്ന സമയത്താണ്. സോ ഇൻകൺസിസ്റ്റൻസി നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എഫേർട്ട് പ്രൊവൈഡ് ചെയ്യുക. സോ നിങ്ങളുടെ ലൈഫിലുള്ള ആ ഒരു വ്യക്തിയുമായിട്ടുള്ള കണക്ഷൻ നിങ്ങൾ വീണ്ടും റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കട്ടെ. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്